ഇന്ത്യൻ റെയിൽവേയുടെ അതിവേഗവും ആധുനികവുമായ ട്രെയിൻ സേവനമായ വന്ദേ ഭാരത് എക്സ്പ്രസ് രാജ്യത്ത് വലിയ ജനപ്രീതി നേടുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രികരാണ് ഈ ട്രെയിൻ സേവനം ഉപയോഗിക്കുന്നത്. യാത്രക്കാരുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യകത കണക്കിലെടുത്ത് രാജ്യത്ത് വന്ദേ ഭാരത് സർവീസുകളുടെ എണ്ണം കൂടുതൽ ഉയർത്താനുള്ള പദ്ധതികളുമായി ഇന്ത്യൻ റെയിൽവേ മുന്നോട്ടു പോവുകയാണ്. നിലവിൽ പ്രവർത്തിക്കുന്ന സർവീസുകളുടെ എണ്ണം 166 ഉയർത്താനാണ് റെയിൽവേയുടെ തീരുമാനം. യാത്രക്കാരുടെ വലിയ തിരക്ക് കണക്കിലെടുത്ത് അഹമ്മദാബാദ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ റൂട്ടിലെ വന്ദേ ഭാരത് ട്രെയിനിൽ അധിക കോച്ചുകൾ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ഈ ട്രെയിനിന്റെ ആകെ കോച്ചുകളുടെ എണ്ണം 20 ഉയർന്നു. പുതുതായി 2 AC കോച്ചുകളാണ് ട്രെയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവഴി കൂടുതൽ യാത്രികർക്കായി ബുക്കിംഗ് സൗകര്യം ലഭ്യമാക്കുകയും തിരക്കേറിയ സീസണുകളിൽ സീറ്റുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. കോച്ചുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഏകദേശം 278 അധിക യാത്രികരെ കൂടി ട്രെയിനിൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തിരക്കേറിയ ദിവസങ്ങളിൽ ടിക്കറ്റ് ലഭ്യതയും മെച്ചപ്പെടും. വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് 2024 മാർച്ച് 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത്. അഹമ്മദാബാദിനും മുംബൈ സെൻട്രലിനും ഇടയിൽ ഏകദേശം 491 കിലോമീറ്റർ ദൂരം ഈ ട്രെയിൻ ഏകദേശം 5 മണിക്കൂറും 40 മിനിറ്റും കൊണ്ട് മറികടക്കുന്നു. ശരാശരി വേഗത മണിക്കൂറിൽ ഏകദേശം 90 കിലോമീറ്ററിനടുത്താണ്. ഗുജറാത്തിനെയും മഹാരാഷ്ട്രയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും വേഗതയേറിയതും സുഖകരവുമായ ട്രെയിൻ സർവീസുകളിൽ ഒന്നായി ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് മാറിയിട്ടുണ്ട്. ആഴ്ചയിൽ 6 ദിവസമാണ് സർവീസ് നടത്തുന്നത്. ഞായറാഴ്ചകളിൽ സർവീസ് ഇല്ല. ഈ ട്രെയിൻ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്ന നിരവധി ആധുനിക സംവിധാനങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നത്. എയർലൈൻ മാതൃകയിലുള്ള സീറ്റുകൾ, ഓട്ടോമാറ്റിക് ഡോർ സംവിധാനങ്ങൾ, GPS അടിസ്ഥാനത്തിലുള്ള യാത്രാ വിവര സംവിധാനം, മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ, ബയോവാക്വം ടോയ്ലറ്റുകൾ എന്നിവയാണ് പ്രധാന സവിശേഷതകൾ. കൂടാതെ യാത്രക്കിടെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ CCTV നിരീക്ഷണ സംവിധാനവും ട്രെയിനിൽ ഒരുക്കിയിട്ടുണ്ട്. അഹമ്മദാബാദ് മുംബൈ സെൻട്രൽ റൂട്ടിൽ ഓടുന്ന ഈ ട്രെയിൻ വഡോദര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ, സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ, വാപ്പി റെയിൽവേ സ്റ്റേഷൻ, ബോറിവലി റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിർത്തി യാത്ര തുടരുന്നു. വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം രാജ്യത്ത് കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യൻ റെയിൽവേയുടെ ലക്ഷ്യം. ഭാവിയിൽ കൂടുതൽ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പുതിയ റൂട്ടുകൾ ആരംഭിക്കാനും പദ്ധതിയുണ്ട്. രാജ്യത്തെ യാത്രാ സംവിധാനത്തെ കൂടുതൽ വേഗതയാർന്നതും ആധുനികവുമാക്കുന്നതിൽ വന്ദേ ഭാരത് പദ്ധതിക്ക് വലിയ പങ്കുണ്ടെന്നാണ് റെയിൽവേ അധികൃതരുടെ വിലയിരുത്തൽ. വേഗത, സുരക്ഷ, സൗകര്യം എന്നിവയിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ച വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്ത്യയിലെ റെയിൽവേ യാത്രയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണെന്നതിൽ സംശയമില്ല. അതേസമയം യശ്വന്ത്പൂരിനെ തെക്കൻ ഗോവയിലെ മഡ്ഗാവുമായി ബന്ധിപ്പിക്കുന്നതാണ് വരാനിരിക്കുന്ന വന്ദേ ഭാരത് ട്രെയിൻ. ബംഗളൂരുവിൽ നിന്ന് ഉടൻ ആരംഭിക്കാൻ പോകുന്ന ഈ വന്ദേ ഭാരത് ട്രെയിൻ യാത്രക്കാർക്കിടയിൽ വളരെയധികം ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ 13.515 മണിക്കൂർ യാത്രാ സമയമെടുക്കുമെന്നത് ഈ ആവേശത്തെ കുറച്ചെങ്കിലും തണുപ്പിക്കുകയും ചെയ്യുന്നു. വളഞ്ഞുതിരിഞ്ഞ ട്രാക്കുകളുള്ള ദുർഘടമായ ഭൂപ്രദേശത്തിലൂടെയാണ് ട്രെയിൻ ഓടേണ്ടത് എന്നതിനാൽ ഈ സമയനഷ്ടം ഒഴിവാക്കാനാവില്ലെന്ന് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ മഞ്ജുനാഥ് കന്മാടി പറഞ്ഞു. ചുരം മേഖലയിൽ ട്രെയിൻ മനഃപൂർവ്വം കുറഞ്ഞ വേഗതയിൽ പോകേണ്ടി വരും. പശ്ചിമഘട്ട മേഖലയിൽ 160 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിനിന് ഒച്ചിന്റെ വേഗതയിൽ സഞ്ചരിക്കേണ്ടതായി വരും. ഇത് ചിലപ്പോൾ വേഗത 30 കിലോമീറ്ററായി കുറയ്ക്കും. യാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന സ്ഥിതിയുണ്ട്. അതേസമയം വന്ദേ ഭാരത് എക്സ്പ്രസിന് ഈ ഘാട്ട് മേഖലയിൽ ഓടുന്നതിനും ചില ഡിസൈൻ പരമായ പരിമിതികളുണ്ട്. ഇത് പരിഹരിക്കാൻ ഈ ഭാഗങ്ങളിൽ സാധാരണ ലോക്കോ കൊണ്ടുവന്ന് വന്ദേ ഭാരതിനെ വലിപ്പിക്കാൻ ആലോചനയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.